വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിനെതിരെ മേപ്പാടിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിനെതിരെ നാട്ടുകാർ മേപ്പാടി ഊട്ടി റോഡ് ഉപരോധിച്ചു. ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരുവിലിറങ്ങിയത്. അല്ലാതെ ഞങ്ങളൊന്നും തെരുവിലും കൂടെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്ന ശീലമൊന്നുമില്ല. അതുപോലെ അധികാരികൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. വൈകുന്നേരം 6 മണിയായ ആന ഇറങ്ങി. ഇപ്പൊ കരടി പന്നി. പിന്നെ എന്താ ചെയ്യാ? ഞങ്ങൾ ആദ്യം വേണ്ടത് റേഞ്ചർ ഓഫീസർമാർ ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ പാലിക്കാം. അതിൽ ഞങ്ങൾ ഫോറസ്റ്റ് ഉപരോധിച്ചപ്പോൾ കുറേ വാഗ്ദാനം പറഞ്ഞു. 8 മാസം മുന്നാണ് ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കാൻ പോയത്. എന്നിട്ടും അത് ശരിയായില്ല. രാവിലെ മദർസിലേക്ക് മക്കൾ പോകുന്നില്ല. പേടിയാണ്. ഞങ്ങൾക്ക് സ്വന്തം മക്കളെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. രാവിലെ 4 മണിക്കൊക്കെ പോകുമ്പോൾ പറമ്പലൊക്കെ മുങ്ങി നരിയൊക്കെ ഇരിക്കുക. പിന്നെ എങ്ങനെ ഞങ്ങളെ നാട്ടിലൊന്നും ജീവിക്കുക? ഒക്കെ പോട്ടെ. പിന്നെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഗതിയല്ല. മരിച്ച ഖബർസ്ഥാനിൽ കൂടെ ഒക്കെയാണ് ആന നടക്കുന്നത്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കണ്ടാലേ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഈ നരിയൊക്കെ ആനയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ലൈറ്റ് സ്ഥാപിക്കാറ് അത് പാലിച്ചിട്ടില്ല. പിന്നെ ഫെൻസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ചെയ്തിട്ടില്ല. പിന്നെ അടിക്കാട് വെട്ടിയിട്ട് 50 മിനിറ്റ് വെട്ടണം എന്ന് പറഞ്ഞു ഞങ്ങൾ. അതായത് റോഡിൽ ആനയെ പുലിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയണ്ടേ? ചെറിയ മക്കളൊക്കെ മദർസയ്ക്ക് 2 ആഴ്ച മദർസ കൂട്ടിച്ച് നിങ്ങളിപ്പോൾ അത് പറ്റുമോ? വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യത്തിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. വൈകുന്നേരമായാൽ ആന, കരടി, പുലി ഉൾപ്പെടെ വന്യമൃഗങ്ങളാണ് മേപ്പാടി വടുവഞ്ചാൽ മേഖലയിലെ പരിസര പ്രദേശങ്ങളിൽ ഇറങ്ങുന്നത്. ഇതിനെതിരെ DFOയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് റോഡ് ഉപരോധിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ദേവ്നായ സുനേഷ്, ന്യൂസ് 1 മേപ്പാടി.